ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ കുറച്ച് കഴിഞ്ഞ് അത് ലഘൂകരിക്കപ്പെടുകയാണ് പതിവ്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം പുനഃസ്ഥാപിക്കുകയാണ് ഇതുവരെയുള്ള രീതി. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറിയുകയാണ്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായതിനു ശേഷം ഒരു തരത്തിലുമുള്ള രമ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ് സൂചന. അതായത് ഇന്ത്യ നയതന്ത്രപരമായി പൂർണ്ണമായും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നു. വലിയ രീതിയിലുള്ള നയതന്ത്ര പ്രഹരം പാകിസ്ഥാന് നൽകുന്നു. അതായത് സിന്ധു നദീജല കരാർ റദ്ദാക്കുന്ന തന്ത്രപ്രധാനമായ നടപടി സ്വീകരിക്കുന്നു. ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തെ അയച്ച് പാകിസ്ഥാനെതിരെ ക്യാമ്പയിൻ നടത്തുന്നു. ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നിൽക്കുന്നു. പക്ഷെ മുൻകാലങ്ങളിലെല്ലാം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാകുമ്പോഴൊക്കെ ആ ഒരു സംഘർഷ അന്തരീക്ഷത്തിന് ഒരു അയവ് വരുത്താൻ, അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദ മനോഭാവം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി കായിക ഇനങ്ങൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രിക്കറ്റ്. ഇന്ത്യയും പാകിസ്ഥാനും ക്രിക്കറ്റ് എന്ന് പറയുന്ന വലിയ ഒരു കായിക ഇനത്തിലെ ഏറ്റവും പ്രബല ശക്തികളായതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരങ്ങൾ സംഘടിപ്പിക്കുകയായിരുന്നു മുൻകാലങ്ങളിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം പുനഃസ്ഥാപിക്കുന്നതിന് ചെയ്യുന്ന കുറുക്കുവഴി. ഇതിനെ ക്രിക്കറ്റ് നയതന്ത്രമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് കൃത്യമായ ഈ നയതന്ത്ര ഇടപെടലുകൾ, അതിനെ സംബന്ധിച്ച ഒരു തന്ത്രപരമായ നടപടിയൊക്കെ തുടങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ലാഹോർ ബസ് സർവീസ് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഉണ്ടായത്. അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് പരമ്പരകൾ, അതായത് അതിനു മുൻപ് ഇത്തരം സംഘർഷങ്ങളുടെ പേരിൽ ഉപേക്ഷിക്കപ്പെട്ട ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് പരമ്പരകൾ പുനരാരംഭിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതായത് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് സന്ദർശനം നടത്തുന്നു, പാകിസ്ഥാൻ ടീം ഇന്ത്യയിൽ വന്ന് മത്സരങ്ങൾ കളിക്കുന്നു. ഏറ്റവും ഒടുവിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു നല്ല രീതിയിലൊരു ക്രിക്കറ്റ് മത്സരം നടന്നത് 2011 ലോകകപ്പ് സെമിയിലാണ്. അന്ന് ഇന്ത്യ സെമി ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്ത ഫൈനൽ യോഗ്യത നേടുകയും പിന്നീട് ഇന്ത്യ ചാമ്പ്യന്മാരായതും ചരിത്രമാണ്. അന്ന് ഗാലറിയിൽ, അതായത് ഇന്ത്യ പാകിസ്ഥാൻ സെമി ഫൈനൽ മത്സരം നടക്കുമ്പോൾ ഗാലറിയാണ്, അതായത് ക്രിക്കറ്റ് മൈതാനിയിൽ വൻ താരനിരയുണ്ടെങ്കിൽ ഗാലറി അതിലും വലിയ താരനിരകൾ കൊണ്ട് സമ്പന്നമായിരുന്നു. രണ്ട് രാജ്യങ്ങളിലെയും അതായത് രാഷ്ട്രീയകാര്യ നേതൃത്വം തന്നെ, രണ്ട് രാജ്യത്തിൻ്റെയും ഭരണ നേതൃത്വം തന്നെ ഗാലറിയിലിരുന്ന് കളി കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് നയതന്ത്രത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. പക്ഷേ അതിനുശേഷം കാര്യങ്ങൾ വീണ്ടും വഷളായി. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ തുടർന്നു. പിന്നെ പൂർണ്ണമായും ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള ക്രിക്കറ്റ് ബന്ധം വിച്ഛേദിച്ചു എന്നുള്ളതാണ് സത്യം. അതായത് പാകിസ്ഥാൻ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്, അഭ്യർത്ഥിക്കുന്നുണ്ട് ക്രിക്കറ്റ് ബന്ധം പുനഃസ്ഥാപിക്കണം. പക്ഷേ ഇന്ത്യ അക്കാര്യത്തിൽ എടുത്ത നിലപാട് തുടരുകയാണ്. പക്ഷേ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ICC ടൂർണമെൻറ്റുകളിൽ, അല്ലെങ്കിൽ അത്തരം ടൂർണമെൻറ്റുകളിൽ ഇന്ത്യ പാകിസ്ഥാനുമായി മത്സരിക്കുന്നതിൽ എതിർപ്പില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. BCCIക്കും സമാനമായ നിലപാടാണുള്ളത്. കാരണം രാജ്യ നിർദ്ദേശമില്ലാതെ, രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായി പാകിസ്ഥാനുമായി ക്രിക്കറ്റ് മത്സരങ്ങൾക്കില്ല എന്നുള്ളതാണ് BCCIയുടെ നിലപാട്. അപ്പോൾ ഇത് സംബന്ധിച്ച്, അതായത് ഏറ്റവും ഒടുവിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടന്നത് ചാമ്പ്യൻസ് ട്രോഫിയിലാണ്. പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കേണ്ട ചാമ്പ്യൻസ് ട്രോഫി, പക്ഷേ ഇന്ത്യക്ക് വേണ്ടി പാകിസ്ഥാൻ ദുബായിൽ വന്ന് കളിക്കേണ്ട ഒരു നാണക്കേട് അവർക്കുണ്ടാവുകയും ചെയ്തു. അതൊക്കെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗം. ഇനിയിപ്പോൾ ഇതിനൊരു പുതിയ അധ്യായം തുടങ്ങുകയാണ്. അതായത് ഇതെല്ലാം അന്താരാഷ്ട്ര ക്രിക്കറ്റ് വേദിയിലാണ് ഇത്തരം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് നയതന്ത്രവും ഇന്ത്യ പാകിസ്ഥാൻ വൈരവും ഒക്കെ നമ്മൾ കണ്ടു പരിചയിച്ചത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചവർ പോലും ആ തരത്തിലുള്ളൊരു സമീപനം സ്വീകരിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ കിടക്കുന്നത്. അതായത് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയൊക്കെ വിരമിച്ച താരങ്ങൾ, അതായത് മറ്റ് ടീമുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതായത് ആ താരങ്ങളുടെ ടൂർണമെൻറ്റിൻ്റെ പേര് ദ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻഡ്സ് എന്നാണ്. അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുകയോ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷനുകൾ സ്വീകരിക്കുക, കമൻട്രി അടക്കം അല്ലെങ്കിൽ കോച്ചിങ് അടക്കമുള്ള ജോലികളിൽ പ്രവേശിക്കുകയോ ചെയ്ത മുൻ താരങ്ങൾ പങ്കെടുക്കുന്ന ലീഗ് ടൂർണമെൻറ്റാണ്. ഇതൊരു അന്താരാഷ്ട്ര മത്സരമല്ല. IPLന് സമാനമായി സംഘടിപ്പിക്കുന്ന ഒരു ലീഗ് ടൂർണമെൻറ്റാണ് ഇത്. അവിടെയും ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ നടക്കുന്നു എന്നുള്ളത് കൗതുകകരമായ സംഗതിയായിരുന്നു. പക്ഷേ ഇന്ത്യ അതിൻ്റെ പ്രാഥമിക റൗണ്ട് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ കളിക്കില്ല എന്ന നിലപാടെടുത്തു. അതിന് കൃത്യമായ കാരണമുണ്ടായിരുന്നു. ഷഹീദ് അഫ്രീദി പാകിസ്ഥാൻ ടീമിൽ കളിക്കുന്നുണ്ടായിരുന്നു. ഷഹീദ് അഫ്രീദി പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ആ ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം അത് ഇന്ത്യക്കാണ്. ഇന്ത്യയിൽ തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു ഭീകര പദ്ധതിയാണ് പഹൽഗാമെന്നും ഇന്ത്യൻ സൈന്യം വെറും കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയായിരുന്നുവെന്നും തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പ്രചരിപ്പിച്ച ആളാണ് അഫ്രീദി. ഇത് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത്
വ്യാജ പ്രചരണങ്ങൾ നടത്തി ഇന്ത്യൻ സർക്കാരിനെയും ഇന്ത്യയുടെ സേനയെയും അപകീർത്തിപ്പെടുത്താൻ നിരന്തരം പരിശ്രമിച്ച ആളാണ് ഷഹീദ് അഫ്രീദി. അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂരിൽ തോറ്റു തുന്നം പാടിയ ഷഹീദ് അഫ്രീദി പാകിസ്ഥാനിൽ തുറന്ന ജീപ്പിൽ ആഹ്ലാദ പ്രകടനം നടത്തിയതൊക്കെ വല്ലാണ്ട് വൈറലായിരുന്നു. അത്തരം ദൃശ്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിക്കപ്പെട്ടു. ആ അഫ്രീദി കളിക്കുന്ന ടീമിനെതിരെ, അതായത് ഇന്ത്യക്കെതിരെ കടുത്ത നിലപാട്, അതായത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെയും ക്രിക്കറ്റ് താരങ്ങൾ തമ്മിൽ, രണ്ട് രാജ്യങ്ങളിലെയും ക്രിക്കറ്റ് താരങ്ങൾ തമ്മിൽ വലിയ സൗഹൃദം വെച്ച് പുലർത്തുന്നതും വലിയ ബഹുമാനം, അതായത് ഇന്ത്യൻ താരങ്ങളായ സച്ചിൻ തെണ്ടുൽക്കറോടും വിരാട് കോഹ്ലിയോടും ഒക്കെ കടുത്ത ആരാധനയുള്ള പാകിസ്ഥാൻ താരങ്ങൾ അവരുടെ നിരയിൽ ഇപ്പോഴും കളിക്കുന്നുണ്ട്. അതേപോലെ പാകിസ്ഥാൻ്റെ അതായത് പ്രമുഖ താരങ്ങളായ വസീം അക്രമിനെയും അതേപോലെ സലിം മാലിക് അല്ലെങ്കിൽ സയ്യിദ് അൻവർ അതേപോലുള്ള കളിക്കാരെയൊക്കെ ആരാധിക്കുന്ന പലരും ഇന്ത്യയുടെ പക്ഷത്തും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ സൗഹൃദം, അതായത് മുൻ താരങ്ങൾ ആ സൗഹൃദം പൂർണ്ണമായി ഉപേക്ഷിച്ചു എന്നുള്ളതാണ് സാഹചര്യം. അപ്പോൾ ലീഗ് റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞ 27-ാം തീയതി നടന്ന ലീഗ് റൗണ്ട് മത്സരങ്ങൾ ഇന്ത്യ വേണ്ടെന്ന് വെച്ചത്, പാകിസ്ഥാനുമായിട്ട് വേണ്ടെന്ന് വെച്ചത്, അഫ്രീദിയുടെ കാരണത്താൽ വേണ്ടെന്ന് വെച്ചത് വലിയ വാർത്തയായിരുന്നു. ശിഖർ ധവാനാണ് ഈ കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചത്. മറ്റു താരങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. പക്ഷേ ഈ ടൂർണമെൻറ്റ് പുരോഗമിച്ചപ്പോൾ ഇന്ന് ഈ ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കേണ്ടതാണ്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ബെർമിംഗ്ഹാമിൽ, അതായത് ബ്രിട്ടനിൽ, ഇംഗ്ലണ്ടിൽ ഈ മത്സരം നടക്കേണ്ടതാണ്. സെമി ഫൈനൽ മത്സരം പാകിസ്ഥാനാണ് എതിരാളി ആയതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ തീരുമാനം. ഇത് ക്യാപ്റ്റൻ യുവരാജ് സിംഗിൻ്റെ മാത്രമല്ല, സഹതാരങ്ങളായ ഹർഭജൻ സിംഗ്, ശിഖർ ധവാൻ, പീയൂഷ് ചൗള, യൂസഫ് പഠാൻ തുടങ്ങിയ വൻ താരനിരയുടെ തന്നെ കൂട്ടായൊരു തീരുമാനമാണ്. പാകിസ്ഥാനാണ് സെമി ഫൈനലെങ്കിൽ അവരുമായിട്ട് കളിക്കുന്നില്ല. ഇനി പാകിസ്ഥാൻ ഫൈനലിൽ വന്നാൽ പോലും ആ ഫൈനൽ മത്സരം കളിക്കേണ്ടത് തന്നെയാണ് തങ്ങളുടെ തീരുമാനമെന്നാണ് ടീം അധികൃതർ അല്ലെങ്കിൽ ടീം അംഗങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ടൂർണമെൻറ്റിൻ്റെ സ്പോൺസറായിരുന്ന ഈസ് മൈ ട്രിപ്പ് എന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ് പാകിസ്ഥാനെതിരെയുള്ള മത്സരങ്ങൾ ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നില്ല എന്നൊരു നിലപാട് അവരെടുക്കുകയുണ്ടായി. അവർ ആ സ്പോൺസർഷിപ്പിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് അത് വലിയൊരു നാണക്കേടായിരുന്നു. ഇന്ത്യയുടെ ലീഗ് റൗണ്ട് മത്സരങ്ങൾ പിൻവലിച്ചതിന് ശേഷം അഫ്രീദി നടത്തിയ പ്രതികരണങ്ങളും ഇന്ത്യൻ താരങ്ങളുടെ വല്ലാത്ത രീതിയിൽ, ഇന്ത്യൻ താരങ്ങളെ കളിയാക്കുന്ന രീതിയിലാണ് അഫ്രീദി പ്രതികരിച്ചത്. അതായത് എന്ത് കാരണത്താലാണ് ഇവർ ഞങ്ങളോട് കളിക്കാതിരിക്കുന്നതെന്ന് അറിയില്ല, പിന്നെ ഇങ്ങോട്ട് കളിക്കാൻ പാകിസ്ഥാനുമായിട്ട് കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവർക്ക് വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ, എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്, എന്തിനാണ് പരിശീലനമടക്കം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇന്ത്യക്ക് കളിക്കണമെങ്കിൽ അത് ഞങ്ങൾക്കെതിരെ തന്നെ ആയിരിക്കും, അപ്പോൾ നിങ്ങൾ ഏത് മുഖവുമായി വന്ന് കളിക്കും എന്നൊക്കെയായിരുന്നു അഫ്രീദി അന്ന് പ്രതികരിച്ചത്. ഏതായാലും അഫ്രീദിക്കും ഇപ്പോൾ മറുപടി കൊടുത്തിരിക്കുകയാണ്. പാകിസ്ഥാനുമായിട്ടുള്ള, അതായത് ഇന്ത്യയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ താരങ്ങളെ സംബന്ധിച്ച് ടൂർണമെൻറ്റ് വിജയമല്ല, മറിച്ച് പാകിസ്ഥാൻ ടീമുകളുമായിട്ടുള്ള സൗഹൃദമല്ല, മറിച്ച് രാജ്യ താല്പര്യമാണ്. രാജ്യം ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള നയതന്ത്രപരമായുള്ള കാര്യങ്ങളും വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിൻ്റെ നിലപാടിനൊപ്പമാണ്, അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങൾക്കൊപ്പമാണ് തങ്ങളുടെ നിലപാട് എന്നുള്ളതാണ് ക്രിക്കറ്റ് താരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ആരാധകർക്കിടയിൽ, ക്രിക്കറ്റ് കളിക്കാർക്കിടയിൽ സമ്മിശ്ര പ്രതികരണമുണ്ട്. കാരണം ഒരു പക്ഷം വാദിക്കുന്നത് ക്രിക്കറ്റ് മത്സരങ്ങൾ, കായിക ഇനങ്ങൾ നടന്നാൽ മാത്രമേ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം പുനഃസ്ഥാപിക്കപ്പെടുള്ളൂ, ആ രീതിയിൽ തന്നെ പോകണം എന്ന് പറയുന്നു. പക്ഷേ മറുവിഭാഗം പറയുന്നത് നേരെ തിരിച്ചാണ്. അതായത് പാകിസ്ഥാൻ എടുത്ത കടുത്ത നിലപാടുകൾ, അത് ആ പ്രശ്നത്തിൽ പരിഹാരമുണ്ടാകുന്നതുവരെ ഒരു തരത്തിലുള്ള സൗഹൃദവും പാടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇത് മുൻ താരങ്ങളുടെ, വിരമിച്ച താരങ്ങളുടെ കാര്യമാണ്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ, അതായത് അന്താരാഷ്ട്ര മത്സരങ്ങൾ ഇനിയും വരാനിരിക്കുന്നു. ഏഷ്യ കപ്പിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ മത്സരമുണ്ട്. അത് വരുന്ന സെപ്റ്റംബർ 14-നാണ്. അതുകൂടാതെ ICC വനിതകളുടെ ലോകകപ്പ് മത്സരങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഉണ്ടാകും. ആ മത്സരം നടക്കുക ഒക്ടോബർ 6-ന് കൊളംബോയിലായിരിക്കും. അപ്പോൾ അന്താരാഷ്ട്ര മത്സരങ്ങൾ സുഗമമായി നടക്കും എന്ന് തന്നെ കരുതാം. പക്ഷേ വിരമിച്ച താരങ്ങളെടുത്ത നിലപാട് അത് രാജ്യ താല്പര്യത്തിനൊപ്പം നിൽക്കുന്നു എന്നാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. ഏതായാലും ആ മത്സരം ഇന്ന് നടക്കേണ്ടതായിരുന്നു. ആ മത്സരം റദ്ദാക്കിയതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ പിൻവാങ്ങിയതുകൊണ്ട് പാകിസ്ഥാൻ ഫൈനൽ യോഗ്യത നേടിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ താരങ്ങൾ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്.